പുതിയ പാട്ട് ഇറക്കേണ്ടിയിരിക്കും. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴ് കുറേ ദിവസമായില്ലേ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട്. ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക മീൻസ് അതായത് നമ്മൾ സാധാ വീഡിയോയിലൊക്കെ വോയിസ് ഓവർ കൊടുത്തും അങ്ങനെയൊക്കെയല്ലേ സംസാരിക്കാറ്. അപ്പോഴ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ ഡേക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പൊ ഇന്നത്തെ ഡേ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് മെയ് 5 അപ്പോൾ ഇന്നത്തെ ഡേയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 23, 25 ഇപ്പം 4 വർഷമായിട്ടുണ്ട്. 4 വർഷം നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ഒരു 4 വർഷത്തെ ജേണിയിൽ ഞാൻ ഈ ഒരു ഡേ, അതായത് മെയ് 5 എനിക്കൊന്ന് ഒരു വട്ടം എന്തോ ഞാൻ ഈ ഒരു ദിവസത്തെ പ്രത്യേകത വെച്ചിട്ട് അന്ന് ഒരു 3 വർഷം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ചാനൽ തുടങ്ങുന്ന ഒരു മാർച്ച് ഏപ്രിൽ ആ ഒരു മാസത്തിൽ. അപ്പോൾ ആ വർഷം തന്നെ മെയ്യിൽ ഈ ഒരു ഡേ ആയപ്പോഴത്തേക്ക്, അതായത് മെയ് 5 ആയപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡേ ആണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ ഡേ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് മെയ് 5. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ തുടങ്ങിയ സമയത്തൊന്നും ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടും ആയിരുന്നു. ഒന്നാമത്തെ കാര്യം എനിക്ക് വീഡിയോയിൽ നേരെ ചൊവ്വേ സംസാരിക്കാൻ പോലും അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അന്നത്തെ ഞാൻ എങ്ങനെയാണെന്നുള്ളത്. അന്ന് ഞാനും ആരെങ്കിലും കൂടി കേക്ക് മേടിക്കാൻ പോണതും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അന്ന് മാസ്ക് ഒക്കെ വെച്ചിട്ട്, അന്ന് കൊറോണ ടൈമും കൂടി ആയിരുന്നു. അപ്പോഴേ ഇപ്രാവശ്യം എന്തായാലും അന്നത്തേക്കാളും ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉണ്ട് അങ്ങനെ സംസാരത്തിലൊക്കെ. ഇന്ന് മെയ് 5 അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ഡേ ആണ്. കണ്ടിട്ട് വരാം. അപ്പൊ എല്ലാവരും നേരെ വീട്ടിലേക്ക് പോകൂ. എല്ലാവരും വന്നപ്പോഴത്തേക്ക് വൈകുന്നേരം 7 മണി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം തന്നെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ അങ്ങോട്ട് കേക്ക് കെട്ടിയാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡിന്റെ സ്പെഷ്യൽ ഇതൊക്കെയായിരുന്നു: ചപ്പാത്തി, ദോശ, ഇടിയപ്പം, അതുപോലെ തന്നെ അൽഫാം, മയോനൈസ്, ചിക്കൻ കറി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രം കേക്ക് കെട്ടിയെന്നായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്ലാൻ. അങ്ങനെ ഓരോന്നായിട്ട് വിളമ്പുവാണ്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ കേക്ക് കട്ടിങ് ആണ്. ഇത് നമ്മുടെ വീട്ടിൽ ഇവിടെ മേടിച്ച കേക്കാണ്. പിന്നെ മറ്റേതെന്ന് പറയുന്നത് അച്ഛനും അമ്മയും കൂടി അവിടെ നിന്ന് വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നതാണ്. അങ്ങനെ ടേബിളൊക്കെ സെറ്റാക്കി ഞങ്ങൾ എല്ലാവരും കേക്ക് കട്ടാനായിട്ട് പോവാണ്. ഇവിടുന്ന് മേടിച്ച കേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സ്നേഹയുടെ ബർത്ത്ഡേക്ക് മേടിച്ചില്ലേ, ആ ഒരു സെയിം കേക്ക് തന്നെയാണ് അതാ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് ചോക്ലേറ്റിൻ്റെ കേക്കാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും വന്നു. പിന്നെ നമ്മൾ അവിടുന്ന് സരചേച്ചി, പ്രശാന്ത് അങ്കിൾ, കുക്കു, ആശിക്കുട്ടൻ, നമ്മുടെ ആമ്പിക്കുട്ടി, മിക്കിക്കുട്ടി, ആമ്പീനെ മിക്കിനെയൊക്കെ കുറേ പേർക്കറിയാം. അപ്പം ആമ്പീനെ മിക്കിൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. മിക്കി ആമ്പിയൊക്കെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ആശിക്കുട്ടൻ്റെ ചേട്ടൻ. ആശിക്കുട്ടനെയാണ് കൂടുതൽ പേർക്ക് അറിയാവുന്നത്. അമ്മ കൂടി വന്നു. ഞാനാ ഹായ്. വരെയൊക്കെ ചെയ്യും, വരാതൊന്നും ഇരിക്കൂല, അതൊക്കെ റെഡിയാ. നിന്നോ മാറ എടുക്കുന്നില്ല. നീ എടുത്ത് കേക്ക് പറിക്കാൻ നോക്കി. നിക്കതേ അഭിനയിക്ക ഇല്ല ഒന്നും കൂടെ കൊടുത്ത്. അവരൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് ഞങ്ങൾ
അകത്തില്ലേ അങ്ങനെ പിന്നെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു, എല്ലാവർക്കും കേക്കൊക്കെ ഷെയർ ചെയ്തു. പിന്നെ അതിന് ശേഷം രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും ഉണ്ണിക്കുട്ടിനും ശ്രീകുട്ടിയൊക്കെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ഇതൊക്കെയായിരുന്നു നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഡേയിലെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നു. ഓക്കെ, അപ്പോഴേ കണ്ടല്ലോ, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് നന്നായിട്ട് ആഘോഷിച്ചു. അപ്പോൾ കുറേ പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ എല്ലാവരുടെയും പ്രേയേഴ്സ് ഉണ്ടായിരിക്കണം. ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടായിരിക്കണം. അപ്പോൾ നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഫാമിലി ഫുൾ എല്ലാവരും കൂടി ചേർന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. സെറ്റായിരുന്നു കേട്ടോ, ഹാപ്പി ആയിട്ട് നല്ല രസമായിരുന്നു. ഓക്കെ, അപ്പോഴെന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇനി നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിരിക്കും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അത് വൈകുന്നേരം 6 മണിക്കായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കുക. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ.